ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം നിങ്ങളെ പഠിപ്പിച്ച പ്രധാന ജീവിത പാഠങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് റെസനേറ്റ് ചെയ്താൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിലിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഈ സെപ്റ്റംബർ മാസത്തിൽ പഠിച്ച പ്രധാന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ്? Okay. Clarify the 3 of wheels. Clarify the King of Swords. ഓക്കെ, നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജീവിത പാഠം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ മാനിഫെസ്റ്റ് ചെയ്തത് സക്സസിലേക്ക് പോകുന്നു എന്നല്ലെങ്കിൽ അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ വലിയൊരു സൂചനയാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ പോലും ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് എത്തുന്ന സഹായങ്ങൾ. ഓക്കെ, അപ്പൊ ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പരിചയം ഇല്ലാത്ത ആളുകളായിരിക്കാം. അവരെ നിങ്ങൾ പരിചയപ്പെടുന്നു. അപ്പൊ നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ നിങ്ങളുടെ ഈ ആഗ്രഹത്തിനെ കുറിച്ചിട്ട് പറയുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ടിപ്പ് അവർ ആ സംഭാഷണത്തിലൂടെ അവർ നിങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ചോദിക്കാതെ വരുന്ന സഹായങ്ങള്, ചോദിക്കാതെ വരുന്ന ഇതുപോലുള്ള സപ്പോർട്ടുകൾ, ഓക്കെ, ഗൈഡൻസ്, നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അങ്ങനെ ഒരു നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് സഹായങ്ങളും ഇതുപോലെ സപ്പോർട്ടും മാർഗനിർദ്ദേശവും നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. അതൊരു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ യാഥാർത്ഥ്യമായി തീരും എന്നതിനുള്ള ഒരു കൺഫർമേഷനും കൂടിയാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ആ ഒരു പാഠമാണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായി പഠിച്ചിട്ടുള്ളത്. അതുപോലെ അപ്രതീക്ഷിതമായി വരുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ തേടി പോകാതെ നമ്മളിലേക്ക് എന്താ പറയാ എത്തുന്ന അവസരങ്ങൾ. ഓക്കെ, ആ അവസരങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അത് അങ്ങനെ വരുന്ന അവസരങ്ങളൊക്കെ അത് ഡിവൈൻലി ഗൈഡഡ് ആണ് എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും, എന്തൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. യൂണിവേഴ്സ് അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നിർബന്ധങ്ങളും പാടില്ല. ഓക്കെ, യൂണിവേഴ്സ് അത് എങ്ങനെ കൊണ്ടുവരുന്നു അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പക്ഷെ നമുക്ക് ഒരുപാട് എന്താ പറയാ സർപ്രൈസിങ് ആയിട്ടുള്ള നമ്മൾ അത്രയും സന്തോഷം കൊണ്ടുവരുന്ന തരത്തിലുള്ള രീതിയിൽ യൂണിവേഴ്സ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി അത് നമുക്കൊരു സർപ്രൈസ് ആയിരിക്കും, പക്ഷെ നമ്മൾ അതിൽ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുക. അത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമായിരിക്കും. മാത്രമല്ല, അത് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് നടക്കണമെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച്, യൂണിവേഴ്സിന്റെ ടൈം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ വരുന്നതിന് നമ്മൾ അനുവദിക്കണം. അതെങ്ങനെ വന്നാലും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു
അത് സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസസ് അത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. Clarify the Two of Swords. Two of Wands. Five of Cups. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പുരോഗതി വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കുന്നതിന് പ്രധാന കാരണം നമുക്ക് മുന്നോട്ടുള്ള വഴി എങ്ങനെയെന്ന് ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാത്തതാണ്. ആ വ്യക്തത ഇല്ലാത്തതിന് പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് അത് ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മുന്നിൽ തന്നെ നമുക്കുള്ള വഴി ഉണ്ടെങ്കിലും വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ മൊത്തം കഴിഞ്ഞുപോയ കാര്യങ്ങളിലായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതാണ്. അല്ലാതെ അങ്ങനെ യൂണിവേഴ്സ് എന്താ പറയുക സ്റ്റക്കാക്കി നിർത്തുന്നതല്ല എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അത് കണക്റ്റഡ് ആയി നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് അടഞ്ഞു പോവുക ചെയ്യാം. അത് കണക്റ്റഡ് ആയി നിൽക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞു പോയ നമ്മളിൽ നിന്ന് അവസാനിച്ചു പോയിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലേസ് സിറ്റുവേഷൻസ് അവസരങ്ങൾ അതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും റിലീസ് ചെയ്യണം. അതിൽ നമ്മൾ ഇനി ഒട്ടും ഫോക്കസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്താണ് ഇനി അടുത്തത് എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതിലേക്ക് ശ്രദ്ധ തിരിച്ച് അതിനായിട്ട് പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള വഴി വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. യൂണിവേഴ്സ് തരുന്ന മാർഗനിർദ്ദേശം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് അതനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാതെ അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. കുറച്ച് ദൂരം പോയാലും നമ്മൾ വീണ്ടും സ്റ്റക്ക് ആവും. ഇതാണ് കാരണം. അപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കുറെ പരിശ്രമിച്ചിട്ടും ഒരു മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ഇനിയുമുണ്ടോ, കഴിഞ്ഞു പോയതിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ഇനിയുമുണ്ടോ എന്നുള്ളതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പാഠം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കഴിവതും മറ്റുള്ളവർ ഉപദ്രവിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നതെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ള ആ ഒരു പരമമായ സത്യം നിങ്ങൾ ഇപ്പോഴാണ് അത് അംഗീകരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചു, ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഓൾറെഡി തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അത് എന്താ പറയാ, ആ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിച്ചത് സെപ്റ്റംബർ മാസത്തിലാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത് ചെയ്താൽ അതിന്റെ ഗുണം എന്തായാലും കിട്ടിയിരിക്കും, അതിന്റെ ആ ഒരു കാർമിക് റിവാർഡ് യൂണിവേഴ്സ് എന്തായാലും തന്നിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലവും കിട്ടും. അപ്പോൾ ആ ഒരു എപ്പോഴും ഗുഡ് ഫോർ ഓൾ ഹാം ടു നൺ എന്നൊരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയത് ഈ സെപ്റ്റംബർ മാസത്തിലാണ് എന്ന് കാണുന്നു. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഇതൊക്കെയാണ് നിങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ പഠിച്ച പാഠങ്ങൾ, പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ. റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലിത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ സെപ്റ്റംബർ 2025 നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് സെപ്റ്റംബർ മാസത്തിൽ പഠിച്ച പ്രധാന ജീവിത പാഠങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ടവർ കാർഡാണ് കിട്ടിയിരിക്കണേ. ക്ലാരിഫൈ ദ ടവർ കാർഡ്. Clarify the Six of Swords. ടവർ മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണത്തിന് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അതാണ് ടവർ മൊമെന്റ്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ അത് സംഭവിക്കുമ്പോൾ അവിടെ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം അവിടെ ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ ഇതിനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ ഈ മാറ്റങ്ങൾക്ക് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്, ഇത് എന്റെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരാനുള്ളതാണ് എന്നൊരു വിശ്വാസത്തോടെ അതിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ടവർ മൊമെന്റിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേൺ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിനല്ലാത്ത അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചിലപ്പോൾ നിങ്ങൾ അതിനെ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളെ തന്നെ. അതായത് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എനിക്ക് നല്ലതിനാവും ഇത് വിശ്വസിച്ച് നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാവും ഈ ടവർ മൊമെന്റിലൂടെ. ഓക്കെ, അതാണ്. അപ്പൊ നിങ്ങൾ പഠിച്ച പാഠം അതാണ്. അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്ത് പോകണം. സറണ്ടർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ ടവർ മൊമെന്റിന് എളുപ്പത്തിൽ പുറത്തു കടക്കാനും പറ്റും. നമുക്ക് ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരു പുരോഗതി അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ആ ടവർ മൊമെന്റിൽ മിക്കതും എന്തുണ്ടാവണമെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനാണ് ടവർ മൊമെന്റ് അവിടെ കൊണ്ടുവരുന്നത്. മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കുന്നതിലൂടെ നിങ്ങൾ പുതിയൊരു റിയാലിറ്റിയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, clarify the Seven of Swords. Clarify the Temperance. പിന്നെ നിങ്ങൾ പഠിച്ചൊരു വേറൊരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ നിങ്ങളോട് കള്ളം പറയുകയോ നിങ്ങളിൽ നിന്ന് സത്യം മറച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിങ്ങൾ ആ സമയത്ത് ഒരുപാട് കിടന്ന് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് കണ്ടെത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ആ സമയത്ത് ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് നിങ്ങൾ ആ സമയത്ത് അതിനെ കണ്ടെത്താനോ ഒന്നും പോവാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾ അറിയേണ്ട സമയത്ത് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരികയും അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ചതിച്ചത് അവരാരാണെന്നും എന്തിനവർ ചെയ്തെന്നും എന്നെ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു പാഠവും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അതായത് ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു ഫാക്ടർ, അതിന്റെ ഒരു പ്രാധാന്യമാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആരെങ്കിലും പറ്റിക്കുകയോ നമുക്ക് എന്തെങ്കിലും സത്യം നമ്മളിത് മറിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് ആ ശക്തമായി തോന്നലുണ്ടെങ്കിലും നമ്മൾക്ക് അത് ശരിയാണ്, നമ്മൾ ശ്രമിക്കും, കണ്ടെത്താൻ ശ്രമിക്കും. എന്നിട്ടും കണ്ടെത്തുന്നില്ലെങ്കിൽ അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക, വേറെ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സമർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കൃത്യസമയത്ത് നമ്മൾ അറിയേണ്ട സമയത്ത് അത് നമ്മളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. ആ ഒരു പാഠവും നിങ്ങൾ അങ്ങനെ ആ കൺഫ്യൂഷൻ ഓക്കെ, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സത്യം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരികയും അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ലഭിക്കുകയും ചെയ്യാണ്. ആ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ നമുക്ക് ആ പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യത്തിനെ സംബന്ധിച്ചിട്ടാണല്ലോ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനും എളുപ്പത്തിൽ സാധിക്കുകയാണ്. ഓക്കെ, അതും നിങ്ങൾ പഠിച്ചത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്.
നിങ്ങൾ ഈ കാർഡ്സ് ശ്രദ്ധിച്ചു, 8 of cups, 8 of pentacles, 8 of wands, 8 8 8. ഓക്കെ, അപ്പോ അടുത്ത ഒരു പാഠം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ധൃതി വെച്ച് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഡെസ്പറേഷൻ, ഒന്നിനോടും ഡെസ്പറേഷൻ പാടില്ല. ഓക്കെ, എന്തെങ്കിലും പുതിയൊരു കാര്യം നടക്കുന്നതിന്, നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് നമുക്ക് ഡെസ്പറേഷൻ പാടില്ല. എന്തിനേന്ന് വിട്ടുപോരാൻ എത്രയും പെട്ടെന്ന് പോന്നാൽ മതിയായിരുന്നു, അങ്ങനെ പാടില്ല. ആ ഒരു എനർജിയെ പാടില്ല. നമ്മൾ ഓക്കെ, എന്തൊക്കെയാണ് വിട്ടുപോരേണ്ടത്, എന്തിൽ നിന്നൊക്കെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒരു വ്യക്തത കൊണ്ടുവരിക. ശേഷം അത് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടുന്ന നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻസ്, ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക്, അത് നമ്മൾ ചെയ്യുക. കംപ്ലീറ്റ് ഡെഡിക്കേഷനോടെ, വിശ്വാസത്തോടെ നമ്മൾ അത് ചെയ്യുക. അങ്ങനെ അത് ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ ആ ഒരു ഹീലിംഗ് സംഭവിക്കുകയും ആ ഒരു റിലീസിങ് സംഭവിക്കുകയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. മൂന്നാമതൊരു പാഠം എന്ന് പറയുന്നത് എന്താ പറയാ, മുന്നോട്ടുള്ള പാത എന്താണ്, മുന്നിൽ എന്താണ്, ഭാവിയിൽ എന്താണ് എന്നൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട്, ഓക്കെ, ആ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താ പറയാ, ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നത്, അതൊരു ശരിയായ പ്രവണത അല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം, ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് സെപ്റ്റംബർ മാസത്തിലാണ്. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ജേർണിയിൽ, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ഒരു യാത്രയിൽ നമുക്ക് ഈശ്വരനായിട്ട് കൊണ്ടുതരുന്ന സഹായങ്ങൾ ഉണ്ടായിരിക്കും, സപ്പോർട്ടുകൾ ഉണ്ടാകും, അഡ്വൈസുകൾ ഉണ്ടാകും. അതെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടി അത്ര മാത്രമാണ്. അതെ, ഭാവിയിൽ എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഇല്ലെങ്കിലും അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നടന്നിരിക്കും. ഓക്കെ, നമ്മൾ എടുക്കുന്ന ആക്ഷൻസിന് റിസൾട്ട് ഉണ്ടായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നിടത്താണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക. അവിടെയാണ് അതൊരു ട്രിഗറിങ് പോയിന്റ്. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുന്നതിന്റെ ഒരു എന്താ പറയുക, സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയാണ്. എനിക്ക് ഭാവിയെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി കിട്ടിയാൽ, അതിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റക്ക് എനർജിയിലായിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടായാലും സഹായങ്ങൾ ലഭിച്ചാലും നമുക്ക് ആ ആക്ഷൻ എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ആ ഒരു ക്ലാരിറ്റി വരുന്നത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ആ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അത് പാടില്ല. നമ്മളത് എങ്ങനെ എന്തെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഓക്കെ, ഇതൊരു നമുക്ക് നടക്കാത്ത, നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അതിൽ ഫോക്കസ് ചെയ്യാം. അതിൽ ഫോക്കസ് ചെയ്ത് നടക്കും എന്ന് വിശ്വസിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണല്ലേ, അതിന്റെ റിസൾട്ട് എന്തായാലും ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോഴാണ് നമുക്ക് ഉപേക്ഷിച്ച് പോകേണ്ട കാര്യങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാനും സാധിക്കും. നമുക്ക് പുതിയത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നതിനുള്ള ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും, എനർജറ്റിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോഴാണ് ലൈഫിൽ ആ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട്, ഒരു റിന്യൂവൽ എനർജി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ പാഠവും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് 2 നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാന പാഠങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, പെർസണൽ ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പും നൽകുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ സെപ്റ്റംബർ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് പഠിച്ച പ്രധാന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ്.
Clarify the moon. By the Ace of Pentacles. The Judgment. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവര് സ്വീകരിച്ച അതേ പാത തന്നെ ആയിരിക്കില്ല നമ്മൾക്ക്. ഓക്കെ, അതേ പാതയിലൂടെ പോയാൽ തന്നെ വിജയം കിട്ടണമെന്ന് ഉറപ്പില്ല. പക്ഷേ നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ആ പാത, ഇൻറ്റ്യൂഷൻ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എടുക്കുന്ന ഒരു കഷ്ടപ്പാടിന് നമുക്ക് അവിടെ റിവാർഡ് കിട്ടിയിരിക്കും, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതിലേക്കാണ് നമ്മൾ എത്തുക. പക്ഷെ ആ ഒരു ധൈര്യം അവിടെ വേണം. എന്ത്? ഇൻറ്റ്യൂഷനെ മറ്റുള്ളവർ പറയുന്നതിൽ ഫോക്കസ് ചെയ്യാതെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് ഇൻറ്റ്യൂഷൻ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടൊരു ധൈര്യം, ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണം. അത് പക്ഷെ വളരെ ക്രൂഷ്യൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർഹിക്കുന്ന ആ ഒരു എന്താ പറയാ മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ അർഹിക്കുന്ന ഒരു മാറ്റം ഉണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് ഇല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിന്യൂവൽ എനർജി ഉണ്ട്. അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പാഠം നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തതായി പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ട കാര്യങ്ങളെ. ഓക്കെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടത് എല്ലാത്തിനും നമ്മൾ അതിനെ പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അതിനെ പിടിച്ചെടുക്കാനോ ശ്രമിക്കാൻ പാടില്ല. അതല്ല അതിന്റെ ശരിയായ രീതി എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ അത് നേടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, അതായത് പരിശ്രമിക്കാൻ. നിങ്ങളുടെ എന്ത് പരിശ്രമം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, അത് നേടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നതിന്, അതിപ്പോ ഒരു ജോലിയാണെങ്കിൽ ആ ജോലി ഏറ്റവും നന്നായി ചെയ്യുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പോഴേ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, ആ തയ്യാറെടുപ്പുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്യുക. ഇത് എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതിന് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലി ഓക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു കാര്യം നമ്മളിലേക്ക് വന്നു ചേരും. അതിനെ പക്ഷെ നമ്മൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് മോഡിലായിരിക്കണം. യൂണിവേഴ്സ് അത് എങ്ങനെ കൊണ്ടുവരുന്നു, എപ്പോൾ കൊണ്ടുവരുന്നു, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു മെന്റാലിറ്റി, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് അതൊരു തടസ്സങ്ങളില്ലാതെ ഓക്കെ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യാതെ തന്നെ എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് പിന്നാലെ പോകാൻ നിൽക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇന്ന സമയത്ത് തന്നെ നടക്കണം ഇങ്ങനെ നടക്കണം എന്ന പിടിവാശിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം അങ്ങനെ പാടില്ല. ഓക്കെ, ആ ചാലഞ്ചസ് കാണിക്കുന്നത് നമുക്ക് അതിന് അർഹതയില്ല എന്നല്ല, അതല്ല ശരിയായ രീതി എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയവും അല്ലെങ്കിൽ ഒരു പേര് പ്രശസ്തി അങ്ങനത്തെ ഒരു ഹയർ ലെവൽ സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് വരുമ്പോഴേ അതായത് എനിക്കത് ഡീൽ ചെയ്യാൻ സാധിക്കും, ആ ഒരു ലെവൽ ഓഫ് സക്സസ് എൻ്റെ ലൈഫിലേക്ക് വന്നാൽ എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റും, ഏറ്റവും സക്സസ്ഫുള്ളി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന
ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ആ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ, അത് എത്തണമെങ്കിൽ ആ ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളിലേക്ക് വരണമെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാലത്തില് ഓക്കെ നിങ്ങൾക്ക് നടക്കാതെ പോയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്തൊക്കെയാണ് നിങ്ങൾ നേടിയെടുത്തത് എന്നുള്ളതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രഷർ ചെയ്യേണ്ട തരത്തിലുള്ള എന്നെന്നും കാത്തു സൂക്ഷിക്കേണ്ട തരത്തിലുള്ള അത്തരം നല്ല ഓർമ്മകളില് ഫോക്കസ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉന്നത വിജയം നിങ്ങൾക്കത് നേടാനും സാധിക്കും. മാത്രല്ല അത് നേടിയാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ തരത്തിലുള്ള വിജയം എൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന മാറ്റത്തിനെയൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അത് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉന്നത വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക, അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ആ ഒരു സത്യവും നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. പിന്നെ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഫൈനാൻസുമായിട്ട് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്വപ്നമോ ലക്ഷ്യമോ ഉണ്ടായിട്ട് അതിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നാമത് ആ ഒരു ലക്ഷ്യത്തിനെ കൈവിടാതെ മടിയൊന്നും കൂടാതെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അത് ഫസ്റ്റത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഫസ്റ്റത്തെ കാര്യമാണ്. അത് ചെയ്യണം, ഫുള്ളി അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, കൺസിസ്റ്റന്റ്ലി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം. അതിനോടൊപ്പം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിന് റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു വിശ്വാസത്തോടെ ക്ഷമയോടെ അത് പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്ക് ആകുമ്പോൾ അത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല അല്ലെ. അപ്പോ അതിനെ നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ നല്ല ക്ഷമയോടെ തന്നെ അതിനായിട്ട് ആയിരിക്കണം. അപ്പൊ ആ ഒരു ക്ഷമ അവിടെ അത്യാവശ്യമാണ്, വിശ്വാസം അവിടെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ഓക്കെ, യൂണിവേഴ്സ് അത് എങ്ങനെ കൊണ്ടുവരുന്നു, അതെന്റെ നല്ലതിനായിരിക്കും. എങ്ങനെയാണോ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് എന്റെ നല്ലതിനാണ്, അത് എനിക്ക് നല്ലതായിരിക്കും എന്ന ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പം നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, മടി കൂടാതെ ആക്ഷൻസ് നിരന്തരമായി എടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ ഹാർഡ് വർക്ക് വിജയം കാണും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാത്തിലും ഉപരി യൂണിവേഴ്സിലും വിശ്വാസം ഉണ്ടായിരിക്കണം. യൂണിവേഴ്സ് അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ആ എടുക്കുന്ന ആക്ഷൻസിന് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമേ അവിടെ എന്താ പറയണ്ടേ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നല്ലവണ്ണം അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക, അതായത് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായിട്ട് എടുക്കേണ്ട ദിവസങ്ങളിൽ എടുക്കേണ്ട സമയങ്ങൾ ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ക്ഷമ, ഇത്ര ദിവസത്തിനുള്ളിൽ വരണം, ഇത്ര സമയത്തിനുള്ളിൽ വരണം, ഇത്ര മാസങ്ങൾക്കുള്ളിൽ, അങ്ങനെ വെക്കാതെ ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കട്ടെ, ഏറ്റവും പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം നടക്കട്ടെ എന്ന ആ ഒരു എന്താ പറയണ്ടേ ആ ഇന്റൻഷൻ വെച്ചുകൊണ്ട് ക്ഷമയോടെ പരിശ്രമിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സ് ഇത് കൊണ്ടുതരും എന്നുള്ളതിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഈ പാഠങ്ങളാണ്, ഇപ്പറഞ്ഞ പാഠങ്ങളൊക്കെയാണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പും നൽകുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.